അല്ലേ? ഞാൻ ആവർത്തിക്കുകയാണ്, പാരിസ്ഥിതികമായ എല്ലാ പ്രതിസന്ധികളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടുള്ള മനുഷ്യരാണ്. നിങ്ങൾക്ക് വൈപ്പിനുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുക, അല്ലേ? വൈപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? വെള്ളം തന്നെയാണ്. കുറച്ചങ്ങോട്ട് മാറിയിട്ട് നിങ്ങൾക്ക് ചെല്ലാനെന്ന് പറഞ്ഞ സ്ഥലമൊക്കെ അറിയാമെങ്കിൽ ഇങ്ങനെ ഒരു 4 മണി തൊട്ട് ഇങ്ങനെ കിണറ്റിൻ പക്കൽ വെള്ളം വെക്കുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉള്ള കാഴ്ചകളാണ്. ഒന്നാം പാടും ഇത്രയേ ഉള്ളൂ. ഈ ചെരുപ്പഴിച്ചിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒന്നാം പാടും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ പ്രിവിലേജസ് നിങ്ങൾ സങ്കടപ്പെടുത്തണം. എല്ലാവരും ഒക്കെ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഇടത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രായത്തിൽ പെട്ട പലരെക്കാളും പ്രിവിലേജ്ഡാണ്. ഈ പ്രിവിലേജുകൾ വാസ്തവത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തണം. ഈ കമ്പാഷൻ്റെ ഏറ്റവും വലിയ സ്വഭാവം അതാണ്. നമ്മുടെ പ്രിവിലേജുകൾ വാസ്തവത്തിൽ അതില്ലാത്ത മനുഷ്യരുമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ വിഷമത്തിലാക്കണം. കുറേ കാലം മുമ്പ് ഒരു ചെറുപ്പക്കാരൻ വന്നു. എന്നിട്ട് അയാൾ വെറുതെ കരയുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? അപ്പം എന്താ നിൻ്റെ വിഷമം എന്താണ്? അപ്പോൾ പറഞ്ഞു, എനിക്കും എൻ്റെ പെങ്ങൾക്കും ഇതിൽ ആണെന്നൊറ്റ കാരണം കൊണ്ട് ഞാനൊരു പ്രിവിലേജ്ഡ് പേഴ്സൺ ആയിരുന്നു. അതൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ലജ്ജയും ഇല്ലാതെ സ്വീകരിച്ചതിൻ്റെ ഓർത്തിട്ട് എനിക്ക് വലിയ കരച്ചിൽ വരുന്ന പറയുന്നത്. ഒന്നാം പാഠം, ബി കമ്പാഷനേറ്റ്. അതേ ഒരു കരുണ എന്ന് പറഞ്ഞൊരു അടിസ്ഥാനമായിട്ടുള്ളൊരു വികാരം ഈ പതുക്കെ രാഗി മിനുക്കണം. 2, ഈ പാദരക്ഷയില്ലാത്ത സഞ്ചാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ മെല്ലെ നടക്കുക എന്നുള്ള, വോക്ക് സ്ലോലി. ഇത്രയും തിടുക്കം ജീവിതം അർഹിക്കുന്നില്ല. ഭയങ്കരമായ വേഗത ഇങ്ങനെ ഭയങ്കരമായിട്ട് ലോകത്തിൻ്റെ നിയമമായിട്ട് മാറിയല്ലേ? ഭാരതത്തിൽ എന്ത് സംഭവിക്കുന്നു? ഈ വേഗത കുറഞ്ഞ മനുഷ്യർക്ക് സഞ്ചരിക്കാനോ ജീവിക്കാനോ പറ്റുന്ന ഒരിടമായിട്ട് ഇതിപ്പോൾ അനുഭവപ്പെടുന്നില്ല. കുറെ കാലം മുമ്പ് ഇങ്ങനെ ജപ്പാനിൽ ഒരു പോലീസ് ഓഫീസറുടെ സഹായം കിട്ടി റോഡ് കുറുകെ കടന്നൊരു വയോധികനുണ്ട്. അദ്ദേഹത്തെ 6 വരി പാതയാണ്. ഈ 6 വരി പാത കുറുകെ കടക്കാനായിട്ട് ഈ പോലീസ് ഓഫീസർ സഹായിച്ചു. എന്നിട്ട് മറുകര എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസ് ഓഫീസറുടെ കൈക്ക് പിടിച്ചിട്ട് ഈ മനുഷ്യൻ ചോദിച്ചു, എൻ്റെ കാര്യം പോട്ടെ, മുടന്തനായൊരു കുട്ടി നിങ്ങളുടെ 6 വരി പാത എങ്ങനെ കുറുകെ കടക്കും? വാസ്തവത്തിൽ ഇത് ഈ മനുഷ്യന് വല്ലാതെ അങ്ങോട്ട് ഇങ്ങനെ ചൂണ്ടക്കുളത്തിലാക്കി. നമ്മുടെ അമിത വേഗങ്ങൾക്കിടയിൽ നമ്മളിങ്ങനെ കാണാതെ പോകുന്ന മനുഷ്യരുണ്ട്, കാണാതെ പോകുന്ന പ്രപഞ്ചമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ മാസ്റ്റേഴ്സും എല്ലാ ആചാര്യന്മാരും ഇങ്ങനെ പതുക്കെ നടന്ന മനുഷ്യരാണ്. അതുകൊണ്ടാണ് അവർ കിളികളെ നോക്കി പഠിക്കാൻ പറയുന്നത്, പൂക്കളെ നോക്കി പഠിക്കാനൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ 2ാം പാഠം ഇത്രയേ ഉള്ളൂ, വോക്ക് സ്ലോലി, മെല്ലെ നടക്കുക എന്നുള്ളതാണ്. ബുദ്ധ ഇങ്ങനെ ബോധവിഷ ചോട്ടിരുന്നുകൊണ്ട് ഒരു മന്ത്രം ഉരുവിട്ടു. നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു നാമമാണ് ഈ ബുദ്ധ എന്ന് പറയുന്നല്ലേ. ബുദ്ധ എന്തായിരിക്കണം ഈ മരച്ചോട്ടിലിരുന്നുകൊണ്ട് തന്നോട് തന്നെ ഇങ്ങനെ മന്ത്രിക്കുന്നത്? ബുദ്ധ സംസാരിച്ച ഭാഷ എന്താണ്? പാലി എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. പാലി ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നൊരു ഭാഷയല്ല, ഡെഡ് ലാംഗ്വേജ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധ ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ഒത്തിരി എന്ത് ചെയ്യുന്നുണ്ട്, ഈ തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ ഒരു മെഡിറ്റേഷൻ നിലയിൽ നമ്മൾ വിചാരിക്കുന്നത് ബുദ്ധ പറഞ്ഞൊരൊറ്റ വാക്ക് മാത്രമാണ്, സ്ലോ സ്ലോ സ്ലോ. ഈ മെല്ലെ നടക്കാന്ന് പറയുന്ന എൻ്റെയൊക്കെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു കാലത്തിൻ്റെ ഒക്കെ പ്രശ്നം, ഞങ്ങൾ ഭയങ്കര വേഗത്തിൽ നടക്കുക. എൻ്റെ ഒരു സ്നേഹിതൻ, അതൊരു വീട്ടുവിശേഷം പറയാം. അയാളുടെ അമ്മയ്ക്ക് ഇങ്ങനെ കുഴമ്പൊക്കെ വേണം, കിടക്കുന്നൊരമ്മയാണ്. അപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ ഒരു കാര്യം വാങ്ങിക്കൊടുത്തായിട്ടൊരു ഓർമ്മ വരുന്നില്ല. ഒരു ദിവസം അയാൾ അമ്മയടുത്ത് പറയാണ്, അമ്മ നിങ്ങളുടെ കുഴമ്പൊക്കെ തീർന്നാ? അപ്പോൾ അമ്മ പറഞ്ഞു, തീർന്നിട്ട് കുറച്ച് നാളായില്ല മോനെ. അപ്പം എനിക്ക് ഭ്രാന്ത് പിടിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ കുഴമ്പ് തീർന്ന കാര്യമൊക്കെ ഞാൻ എങ്ങനെ ഓർത്തു വെക്കും? നമുക്ക് എന്നോടത് പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ അമ്മ ഇവൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ ഈ തിടുക്കം കാണുമ്പോൾ നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണമെന്ന് തോന്നില്ല. ഈ പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ഈ മനുഷ്യർക്ക് ഇങ്ങനെ കുറുകെ കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത്രയും തിടുക്കം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ
പലപ്പോഴും വികസനം എന്നൊക്കെ പറയുന്നത് വേഗതയായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അടിസ്ഥാനമായ ചില കാര്യങ്ങൾക്കകത്ത് ലോകം മെച്ചപ്പെടണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ പോലും വികസനത്തെക്കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇപ്പോൾ കൊച്ചിയുടെ വികസനം എടുക്കുക. കൊച്ചിയുടെ വികസനം എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഒന്നാമത്തെ പട്ടിക തന്നെ ആദ്യത്തെ പേരെന്തായിരിക്കും? കൊച്ചിയിലെ മെട്രോ ആയിരിക്കും അല്ലേ? പക്ഷെ ഈ മെട്രോയ്ക്ക് കുറേ പില്ലറുണ്ട്. ഈ പില്ലറിന് താഴെ നിൽക്കുന്ന മനുഷ്യരുണ്ട്, എങ്ങോട്ടും പോകാൻ പറ്റാതെ നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലേ? അപ്പോൾ വികസനം ഇത് കണക്ക് തന്നെയാണ്. കുറച്ച് മനുഷ്യരുടെ കൂടുതൽ വേഗതയ്ക്കാണ് ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മുഴുവൻ മനുഷ്യരുടെയും അടിസ്ഥാനമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നേ ഇല്ല. ഏതെങ്കിലുമൊക്കെ ഒരു മൈക്രോ ലെവലിൽ നിങ്ങൾ ഈ മനുഷ്യരെ ഒന്ന് കണ്ടു തുടങ്ങിയാൽ നല്ലതായിരിക്കും. പതുക്കെ നടക്കുക, ബോക്സ് സ്ലോ. അതുകൊണ്ടാണ് ഈ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷനകത്തൊക്കെ ആദ്യത്തെ ഒരു ഈ ലെസൺ എന്ന് പറയുന്നത് തന്നെ വെറുതെ കണ്ണുപൊട്ടിയിരിക്കുക. എന്നിട്ട് അവർ പറയും ടേക്ക് സ്ലോ ആൻഡ് ഡീപ് ബ്രത്ത്സ്. ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ശ്വസിക്കുക, എല്ലാം ഇങ്ങനെ പതുക്കെ ആക്കുക എന്ന് പറയുക. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾക്ക് ഇത്തിരി ശാസ്ത്രബോധമൊക്കെ വളർത്തിയത് യുറീക്കാന്നും ശാസ്ത്രായുധ പരിഷത്ത് എന്നൊക്കെ പറയുന്ന ചില ഒത്തുചേരലുകളായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോയി, ഒരു വനത്തിലോട്ടൊരു യാത്രയ്ക്ക് കൊണ്ടുപോയി. അപ്പം ഈ നെല്ലിയാമ്പതി ആവശ്യത്താന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കൈവശം ഭക്ഷണമില്ല. അകപ്പാടി അധ്യാപകൻ കരുതിയിരിക്കുന്നത് ഒരു ചെറിയ സഞ്ചിക്കകത്ത് കുറേ നെല്ലിക്കകൾ മാത്രമാണ്. എന്നിട്ട് ഈ കാടിനകത്തിരുന്നുകൊണ്ട് ഈ മനുഷ്യൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു സംഭവം, ഈ 3 നെല്ലിക്ക പതുക്കെ കഴിക്കാനാണ് പറയുന്നത്. അന്നാണ് ഈ മെല്ലെ ഭക്ഷിക്കുക, രുചിയറിഞ്ഞ് ഭക്ഷിക്കുക തുടങ്ങി ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഇളംബോധത്തിലോട്ട് പതുക്കെ ഇങ്ങനെ പിച്ച വെച്ച് വരുന്നത്. 2ാം പാഠം ഇത്രയേ ഉള്ളൂ, പതുക്കെ നടക്കുക. 3, വോക്ക് ജെന്റ്ലി. ഒന്നിനൊരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക. യേശുവിനെ കുറിച്ചൊക്കെ വേദപുസ്തകം പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ വളഞ്ഞ് ഞാൻ അങ്ങനെ ഒടിച്ചിട്ടില്ല, പുകയുന്ന തിരി കെടുത്തിയിട്ടില്ലെന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഒരു കിളികളൊക്കെ ജീവിച്ചു പോകുന്ന കണക്ക് ജീവിച്ചു പോകാൻ പറ്റണം. നമ്മുടെ ഒരു കവിയുടെ പ്രശസ്തമായൊരു കവിതക്കകത്തൊക്കെ പറയുന്ന കണക്ക് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വെറുതെ തൂവല് മാത്രം മതി. പരമാവധി ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് എന്താ 3ാം പാഠം, വോക്ക് ജെന്റ്ലി. അധ്യാപകരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്, മുതിർന്നവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. പലരും വിചാരിക്കുന്നു തങ്ങളുടെ ചുറ്റിനുമുള്ള പരിസരത്തെ അവർ മെച്ചപ്പെടുത്തുന്നത് ഈ സമ്മർദ്ദം കൊണ്ടാണെന്ന്. അധ്യാപകരുടെ പെഡഗോജി പോലും പലപ്പോഴും ഈ സീക്വൽ ടു സമ്മർദ്ദം എന്ന നിലയിലോട്ട് കാര്യങ്ങൾ എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഒരു സമ്മർദ്ദവും കൊടുക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു 3ാം പാഠം. 4, വോക്ക് റെവറൻലി എന്ന് പറഞ്ഞൊരു പാഠമാണ്. അങ്ങനെ കുറേ കൂടി റെസ്പെക്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. റെസ്പെക്ട് എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് റീസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കിനകത്ത് നിന്നാണ്. എന്താ റീസ്പെക്ട് എന്ന് പറയുന്നത്? എല്ലാത്തിനെയും ഇങ്ങനെ 2ാം വട്ടം കാണുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എല്ലാത്തിനെയും 2ാം വട്ടം കാണുമ്പോൾ കണ്ണ് നിറയാനും കൈകൂപ്പാനുമായിട്ട് അനവധിയായ കാരണങ്ങളുണ്ട്. എന്തിനോടൊക്കെയാണ് റെസ്പെക്ട് ആവശ്യമുള്ളത്? ഒന്ന്, മണ്ണ്. കൊച്ചു കളിയാണ് ഈ മണ്ണെന്ന് പറയുന്നത്. നമ്മൾ ഈ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മണ്ണിനെ മണലാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ലെറ്റ് നോട്ട് ഈ പറഞ്ഞ ഈ സോയിൽ ബിക്കം സാൻഡ് എന്നുള്ളതാണ്. സോയിൽ സാൻഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് വളരെ നടുക്കുന്ന ഒരു ഓർമ്മ എന്നൊക്കെ പറയുന്നത് ഈ സഹാറ തുടങ്ങിയ മരുഭൂമികൾ പോലും ഒരിക്കലും വാസ്തവത്തിൽ ഈ ആട് മേയിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളായിരുന്നു, ആടുവരകളായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇതിൻ്റെ എന്ത് ചെയ്യുന്നു, ജൈവാംശത്തിൻ്റെ അളവ് കുറയുകയാണ്. ഇത് പതുക്കെ ഇങ്ങനെ ഈ മണലായിട്ട് മാറുകയാണ്. അപ്പോൾ മണ്ണിനെ മണലാക്കാതിരിക്കാനായിട്ട് ഭയങ്കരമായ ശ്രദ്ധ വേണം. പണ്ടത്തെ കണക്ക് ലളിതമല്ല പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളിപ്പോൾ. അതുകൊണ്ട് തന്നെ ലളിതമായ പരിഹാരങ്ങളും ഇല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ഏറ്റവും ബേസിക്കായ ഒരു കാര്യത്തെ നമ്മൾ ഓവർലുക്ക് ചെയ്യാൻ പാടില്ല. ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഇതിനു വേണ്ടി നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പരമാവധി എല്ലാ ഇടങ്ങൾക്കകത്തും എന്തെങ്കിലും ഒന്ന് നട്ടുപിടിപ്പിക്കുക, അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുക എന്നൊക്കെ പറഞ്ഞൊരു 4ാമത്തെ ഒരു പാഠത്തിൻ്റെ 1ാം ഭാഗം അതാണ്. ഇങ്ങനെ മണ്ണിനെ ഗൗരവമായിട്ട് എടുക്കുക. പിന്നെ
സ്വാഭാവികമായിട്ട് ഇങ്ങനെ മനുഷ്യരെ ഗൗരവമായിട്ട് എടുക്കുക അല്ലേ? ഒരു മനുഷ്യരോട് റെസ്പെക്ട് തോന്നുന്നത് എങ്ങനെയാണ്? നിങ്ങൾ വെറുതെ ഒരാളെ കാണുമ്പോഴേക്കും വെറുതെ ചിന്തിക്കണം, ഒരു വലിയൊരു വഴിത്താര ഈ മനുഷ്യൻ നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആദരിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഈ ആരോഗ്യത്തിൻ്റെയൊക്കെ ക്ലേശങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള ദീർഘമായിട്ടുള്ളൊരു പാതയുണ്ട് അല്ലേ? എന്തുമാത്രം ഒരു പക്ഷെ തങ്ങളുടെ കാലത്തിൻ്റെ നടപ്പ് രീതികളിൽ നിന്ന് മാറി അദ്ദേഹം നടന്നിട്ടുണ്ടാവും. എന്തുമാത്രം സ്ട്രഗിൾസ് ഉണ്ടാവും. ഏതൊരാളെ കാണുമ്പോഴും വെറുതെ ഓർത്തോളണം, ഈ മനുഷ്യൻ നടന്നു വന്നിട്ടുള്ളൊരു പാതയുണ്ട്. അത് വെറുതെ ഇപ്പം നിങ്ങളുടെ പേരൻസ് തന്നെ എടുക്കുക. നിങ്ങൾ പേരൻസ് എന്ന് പറയുമ്പോൾ രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് ഭക്ഷണം പൊതിഞ്ഞു വിടുന്ന അമ്മ, ജോലിക്ക് പോകുന്ന അച്ഛൻ, അല്ലെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. ഇത് മാത്രമാണോ ഇവർ ചവിട്ടി വരുന്ന ഒരു പാതയുണ്ട്, അല്ലെങ്കിൽ ഇവർ ചവിട്ടി നിൽക്കുന്ന ചില കനലൊക്കെ ഉണ്ട്. ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ടിങ്ങനെ ഒരു സ്കൂളിൽ ചെറിയ ക്ലാസ്സാണ്. ഒരു ദിവസം അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കാര്യം വെറുതെ ഒരു വീഡിയോ കാണിച്ചു തരാം. എന്നിട്ട് ഒരു 30 കുട്ടികളുണ്ട്. ഈ 30 കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ ഈ സമയത്ത് എന്തായിരിക്കും എന്നുള്ളതിൻ്റെ വീഡിയോ കാണിച്ചു. നിങ്ങൾക്ക് ചിലപ്പോൾ യൂട്യൂബിലൊക്കെ അതൊരു ചിത്രീകരണമാണ്, അതിൻ്റെ ഒരു ചിത്രം കാണാൻ പറ്റും. എന്നിട്ട് ഈ 30 കുട്ടികളും കൂടി വാവിട്ട് കരയാണ്. ഈ സമയത്ത് നിങ്ങളുടെ പേരൻസ് എന്തായിരിക്കും ചെയ്യുന്നത്? എവിടെയൊക്കെ ആയിരിക്കും അലയുന്നത്? ഒരാൾ സെയിൽസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കാം, ഒരു ഹോസ്പിറ്റലൊക്കെ പോയി ഇങ്ങനെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ കണക്ക് തന്നെ ഈ ബ്രീഫ് കേസും ഒക്കെ ആയിട്ട് ഒരു 10-30 പേര് അതേ ഹോസ്പിറ്റലിൽ നിൽപ്പുണ്ട്. ഇന്ന് തിരക്കാണ്, നാളെ വരും എന്നൊക്കെ പറഞ്ഞ് എത്ര വേഗത്തിൽ ഒഴിവാക്കാൻ പറ്റുന്ന ആൾക്കാർ അവരൊക്കെ. വേറൊരാൾ എന്തെങ്കിലും അപകടം പിടിച്ചൊരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സമാധാനത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരൊക്കെ എന്നാ ചെയ്യുന്നു? ഇവർ കൊള്ളുന്ന ആ വെയിലിൻ്റെ കഥ എന്താണ്? ഇത് പിടുത്തം കിട്ടുമ്പോൾ ഈ കുട്ടികൾ വാവിട്ട് കരയാണ്. നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആത്മീയതയ്ക്കകത്ത് ഈ ഒരു ആദ്യത്തെ സെഗ്മെൻറ്റിൽ പറഞ്ഞു തുടങ്ങിയ കാര്യം ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും 2 ചെറിയ യൂണിറ്റ്സ് ആയിട്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാമെന്നാണ് കരുതുക. നമ്മളൊരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ബൈബിളിലൊരു വാക്കാണ്. എന്താണത്? നീ യാത്ര ചെയ്യുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ പാടില്ല. ഓക്കെ, ടേക്ക് ഓഫ് യുവർ ഈ പറയുന്ന കാലേ കിടക്കണ പാദരക്ഷകൾ അഴിച്ചു മാറ്റാനാണ് പറയുന്നത്. ഒരു വിധത്തിൽ ആരും വിചാരിക്കരുത് ഈ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ചെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിങ്ങളത് വിചാരിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ഇതൊരു ഇക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെറ്റഫറായിട്ട് എടുക്കണം. നിങ്ങൾ ഇതിനോട് എന്തെങ്കിലും തരത്തിൽ ഒരു നിലനിൽപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടെ പാദരക്ഷ അഴിച്ചു മാറ്റണം. ആ പാദരക്ഷ അഴിച്ചു മാറ്റുന്നതിൻ്റെ 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരാൾ മോശ പാദരക്ഷ അഴിച്ചു മാറ്റിയതിൻ്റെ അർത്ഥം മോശ താൻ പിറന്ന അതേ അടിമവംശത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ ചുറ്റിനുമുള്ള ഈ അടിസ്ഥാന മനുഷ്യരിലോട്ട് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അവരീ പറയുന്ന ഒരു കാര്യത്തിനകത്തും ഈ പെടുന്നവരല്ല. നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് വളരെ ചെറുതായിട്ട് പോലും അനുഭവപ്പെടും. അപ്പോൾ അവർക്ക് വേണ്ടി നിൽക്കുക എന്നുള്ള ഒന്നാം പാഠം. അതിന് വിളിക്കുന്ന വാക്കാണ് എന്താ? കമ്പാഷനേറ്റ് എക്സിസ്റ്റൻസ് എന്ന് പറയും അല്ലേ? കരുണയുള്ളൊരു നിലനിൽപ്പുണ്ട്. കമ്പാഷൻ എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് കുംപാഷൻ തന്നെ കേട്ടാ. ഈ ഒരു പാഷൻ ഷെയർ ചെയ്യുന്നതിന് വിളിക്കുന്ന വാക്കാണ് കമ്പാഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു പ്രിഫറൻഷ്യൽ ലവ് വേണം. നിങ്ങൾ കൂട്ടുകാരായിട്ട് പഠിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരേപോലെ സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് ആശങ്കകളും ഉള്ളവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനുള്ള സമ്പ്രദായമുണ്ട്. അതിനെ വിളിക്കുന്ന വാക്കെന്താണ്? യുവർ പ്രിഫറൻഷ്യൽ ലവ്. ഒന്നാം പാഠം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിനുള്ള മനുഷ്യരോട് പ്രിഫറൻഷ്യൽ ലവ് ഉണ്ടോ? എല്ലാവരും ഒരേപോലെ കാണുക എന്നല്ല പറയുന്നത്, ചില കൂടുതലായിട്ട് കാണേണ്ടതുണ്ട്. ഏറ്റവും ചെറിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ പോലും ബുദ്ധിമുട്ടിലാക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യരാണല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് എന്തും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും കൂടുതൽ ടാക്സ് പേ ചെയ്യുന്ന ആരാണ്? ദരിദ്രരായ മനുഷ്യരാണല്ലേ. കാരണം മറ്റുള്ളവർക്ക് അത് വാങ്ങാൻ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ബോംബെയിലാണ്. ഒരു 2-3 ആഴ്ച അടുപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ പോകേണ്ടതായിട്ട് വന്നു.
ഒരു സമയത്ത് ഭംഗിയായിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ നടത്തിയിരുന്ന എൻ്റെ 1-2 സ്നേഹിതന്മാരെങ്കിലും ആ ഒരു കാലത്തിന് ശേഷം ഇങ്ങനെ സാധാരണ പണിക്കാരാവുകയോ തീരെ പണിയില്ലാതെയോ ഒക്കെ നിൽക്കുകയും നമുക്ക് സങ്കല്പിക്കാൻ പോലും വല്ലാത്ത ബുദ്ധിമുട്ടിൽ എത്തിച്ചേരുന്നതായിട്ട് എനിക്ക് തന്നെ അറിയാം. എന്തിൻ്റെ ആഘാതം കിട്ടുന്ന ആർക്കാണ്? ഒരു സമൂഹത്തിലെ താഴത്തെ റിബി നിൽക്കുന്ന മനുഷ്യർക്കാണ്. അപ്പോൾ അവരോടുള്ള കമ്പാഷനാണ് ഇതിനകത്ത് ഒന്നാമത്തെ പാഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2, ഇങ്ങനെ വോക്ക് സ്ലോലി. ഇത്രയും തിരക്കുള്ളൊരു ജീവിതം ആവശ്യമില്ല, ഇത്രയും തിടുക്കം ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്കൂളിലെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള രീതികളൊക്കെ ഭയങ്കര തിടുക്കത്തിലുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുമാത്രം കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തീർക്കണം അല്ലേ? ട്യൂഷനുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് വരുന്ന 1-2 ഈ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ വരും. മനസ്സുണ്ടെങ്കിൽ ഒന്ന് പതുക്കെ നടന്നാൽ നല്ലതായിരിക്കും. വോക്ക് സ്ലോലി. 3, വോക്ക് ജെന്റ്ലി. ഒന്നിൻ്റെ മീതെ ഒരു സമ്മർദ്ദം കൊടുക്കാതെ ജീവിക്കാൻ പറ്റണം. എല്ലാത്തരം ഈവിളും വരുന്നത് മനുഷ്യൻ വേറൊരാളുടെ മീതെ ആധിപത്യം നടത്താൻ ശ്രമിക്കുമ്പോഴാണ്. അതിന് പല ലെവൽസ് ഉണ്ട്. ഏത് ലെവലിൽ വന്നാൽ പോലും അത് എനിക്ക് നിരക്കുന്നതല്ലെന്ന് പിടുത്തം കിട്ടുന്ന, അതിന് തള്ളിപ്പറയാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ് ഉണ്ടാക്കിയെടുത്താൽ നല്ലതായിരിക്കും. ഒരു ഹ്യൂമൻ്റെ മീതെ വേറൊരു ഹ്യൂമന് ഒരു അധികാരവും ഇല്ല. ഇത് പിടുത്തം കിട്ടുന്നതിന് വിളിക്കുന്ന വാക്കാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്, അല്ലേ? എന്തുമാത്രം ജീവജാലങ്ങൾ ഉണ്ടരേ. ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടായിട്ട് കാട് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തുമാത്രം സസ്യവും എന്തുമാത്രം മരങ്ങളും ഒക്കെ ഉണ്ട്. ഒരു തുമ്പയേക്കാൾ മെച്ചപ്പെട്ടതാണ് ഓക്കെന്ന് വനം കരുതുന്നുണ്ടോ? അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള തെളിഞ്ഞും മറഞ്ഞുമായിട്ടുള്ള എല്ലാ അധികാര ശ്രേണികളെയും ഇത്തിരി ഒന്ന് കോഷനായ നല്ലതായിരിക്കും. കാരണം എല്ലാത്തിൻ്റെ ഈവിൾ അതിനകത്ത് നിന്നാണ് വരുന്നത്, അതിൻ്റെ വേരൊക്കെ അതിനകത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സമ്മർദ്ദവും കൊടുക്കാതെയും ജീവിക്കണം, ഒരു സമ്മർദ്ദം അനുഭവിക്കാതിരിക്കുകയും പറ്റണം. ഒരു ബുദ്ധഗുരുവിനെ കുറിച്ച് അയാളുടെ കാലം രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ്: ഇയാൾ നടന്നു പോകുമ്പോൾ പുല്ലറിഞ്ഞിട്ടില്ല, ഇയാൾ കുളിച്ചു കയറുമ്പോൾ പുഴ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരാൾ കുളിച്ചു കയറിയെന്ന്. എന്നിട്ടും തൻ്റെ കാലത്തെ ഈ മനുഷ്യൻ മനോഹരമാക്കി. എങ്ങനെയാണ്? ആകാശത്തിലെ കിളികൾ താഴെ തടാകത്തെ സ്പർശിക്കാതെ തടാകത്തിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് പോലെ കിളികൾ ഇങ്ങനെ പറന്നു പോവുകയാണ്. ഇതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ വന്ന് വീഴുന്നുണ്ട്, തടാകത്തിൽ വന്ന് വീഴുന്നുണ്ട്. പക്ഷെ തടാകത്തിൽ ഈ റിഫ്ലക്ഷൻ വന്ന് വീഴുന്നത് കൊണ്ട് ഒരു ചുറ്റോളം പോലും ഉണ്ടാവുന്നില്ല. മക്കൾ വെറുതെ ഈ കവിത ഒന്ന് മനസ്സിൽ വെച്ചോളൂ. ചില മനുഷ്യർ ഇങ്ങനെ പുഴ അറിയാതെയും ഈ പുല്ലറിയാതെയും ഒക്കെ നടന്നു പോയിട്ട് അവരവരുടെ കാലത്തെ എങ്ങനെയാണ് ഭംഗിയാക്കുന്നത്? ആകാശത്തിലെ കിളികൾ താഴെ തടാകത്തെ തൊടാതെ തടാകത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് പോലെ. ഒടുവിലായിട്ട് വോക്ക് റെവറൻലി വിത്ത് റെസ്പെക്ട്. എല്ലാ മനുഷ്യരെയും ഒന്നുകൂടി ഒന്ന് കാണുക. ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് പരിശീലിക്കാവുന്ന ഏറ്റവും നല്ല ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഈ മനുഷ്യരെ ഉറ്റുനോക്കുക എന്നുള്ളതാണ്. എന്തുമാത്രം വ്യസനമുള്ള മനുഷ്യനാണ് നമുക്ക് ചുറ്റുമുള്ളത്. കുറച്ചുകൂടി മനുഷ്യരിലോട്ട് ഉറ്റുനോക്കുക. നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ പറയും, സംസാരിക്കുമ്പോൾ ഈ മുഖത്ത് നോക്കി സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ല, നമ്മൾ വേറൊരു മനുഷ്യനെ മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ 4 ഇത്രയേ ഉള്ളൂ. വോക്ക് റെവറൻലി. എല്ലാത്തിനും എല്ലാവർക്കും ഒരു ഭൂതകാലമുണ്ടെന്നുള്ളൊരു ബോധത്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ 4ാമത്തത്.